മൂന്നൊന്നെ എന്നാൽ ഇങ്ങനെ പറയാവോ? ചുരുക്കത്തിൽ വളരെ ചുരുക്കി വാശിയും കക്ഷിത്വം ഒഴിവാക്കി നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരേ പദം വ്യത്യസ്ത അർത്ഥത്തിന് ഉപയോഗിക്കുന്നതായി ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി ഈ പ്രയോഗങ്ങളെ. അഥവാ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അൽ മൂജിദു അൽ ഖാലിഖു എന്നർത്ഥം വരും. ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാകുന്നവനെന്നും സൃഷ്ടിക്കുന്നവൻ എന്നും ഉള്ള അർത്ഥമാണ് അള്ളാഹുവിലേക്ക് അത് ചേർത്തി പറയുമ്പോൾ. സൃഷ്ടികളിലാക്കുമ്പോൾ അസ്സബബു അൽ കസ്ബ്, സബബ് കസ്ബ് എന്ന അർത്ഥത്തിന് സൃഷ്ടികൾക്കും ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിന് സൃഷ്ടാവിലേക്കും രണ്ടും അജ ഗജ അന്തരമുണ്ട്. ബാഹ്യമായി രണ്ടും ഒന്നാ. പടച്ചോനെ കാക്കണേ എന്ന് പറഞ്ഞാൽ കാവലെന്ന് പറയുന്നതിന്റെ സൃഷ്ടാവാകുന്ന റബ്ബേ, നീ കാവൽ എന്ന് പറയുന്നത് എനിക്ക് നീ നൽകണം എന്ന് തന്നെ. അവിടെ പിന്നെ ഇടയ്ക്കൊരിടയാളനുമില്ല. നേരിട്ട് അള്ളാഹുവാണ് ഖൽഖ് ഈജാദ്, ഉണ്ടാക്കുക സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ടാക്കി. അതേ സമയത്ത് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ എന്റെ കാവലിന് നിങ്ങൾ സബബാവണം, നിങ്ങൾ സബബാകണം. ഒന്ന്, മറ്റൊന്ന് നിങ്ങൾ അതിന് കസ്ബ് ചെയ്യണം. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവൻ അനുവദിക്കുന്നതനുസരിച്ച് ചെയ്യുമ്പോഴാണ് കസ്ബ് എന്ന് പറയുന്നത്. ലഹാമാ കസബത്ത് വലിയ മക്തസബത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ. പടക്കുന്നതൊക്കെ അള്ളാഹുവാണ്, സൃഷ്ടാവും ഉടമക്കാരനും അള്ളാഹുവാണെങ്കിലും പടപ്പുകൾക്ക് എന്തുണ്ട്? കസ്ബുണ്ട്. ഈ കസ്ബുള്ളത് കൊണ്ടാണല്ലോ കൂലിയും കുറ്റവും കിട്ടുന്നത്. പടപ്പുകൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർക്ക് പ്രതിഫലം കിട്ടുന്നു. നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കാൻ കാരണം കസ്ബ് ഇഖ്തിയാർ എന്നതുള്ളത് കൊണ്ടാണ്. ഈ കസ്ബ്, പടപ്പുകൾ ചെയ്യുന്നതിന് കസ്ബ് എന്ന് പറയും. അപ്പൊ ചിലപ്പോ നബിമാർ നേരിട്ട് തന്നെ സഹായിക്കും. എങ്ങനെ അർത്ഥത്തിന്? സഹായത്തെ ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിനല്ല, മറിച്ച് കസ്ബ് എന്ന അർത്ഥത്തിന്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും അള്ളാഹു അനുവദിക്കുമ്പോൾ അവർ തരുന്ന സഹായങ്ങൾ. അപ്പൊ രണ്ട് രീതിയിലുണ്ട് ഇതിനുത്തരം കിട്ടുന്നത് എന്നർത്ഥം. മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥന ചെയ്യാം. അപ്പോൾ അള്ളാഹു തആല ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്നു. അപ്പൊ അവർ നിറവേറ്റി തന്നു എന്ന് പറയാം. കാരണം അവർ കാരണമായി എന്നുള്ള ആൾക്ക്. അവർ നേരിട്ടൊന്നും ഇടപെട്ടുന്നില്ല. ആകെ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു തആല സ്വീകരിച്ചു. നമ്മുടെ ഈ ആവശ്യം അള്ളാഹു തആല സാധിപ്പിച്ചു തന്നു. മറ്റൊന്ന്, നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഇദ്ദേഹത്തോട് അപേക്ഷിച്ചപ്പോൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. അള്ളാഹു അനുവാദം കൊടുത്തതനുസരിച്ച് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നിട്ട് അവർ നേരിട്ട് സഹായിച്ചു. ഈ രണ്ട് നിലക്കും വരും. നബിമാര്, ഔലിയാക്കള്, ശുഹദാക്കള്, മലായിക്കത്തുകൾ ഇവർ സഹായിക്കും എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ സഹായം നാം അവരോട് അപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയും അള്ളാഹു കൊടുത്ത അനുമതി പ്രകാരം അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുകയും ചെയ്യുന്നു. അതവർ നേരിട്ടുള്ള സഹായം. പക്ഷെ അവിടെയും എത്രയേ ഉള്ളൂ? അവരുടെ കസ്ബേ ഉള്ളൂ. ഖൽഖ് ഈജാദ് അപ്പോഴും അള്ളാഹുവിന്റെ അതാണ്. കാരണം അള്ളാഹു കൊടുത്ത കഴിവാണ്, അള്ളാഹു കൊടുത്ത അനുവാദ പ്രകാരവുമാണ്. അതാണ് കസ്ബി ഖൽഖ് ഈജാദ് എന്ന് പറഞ്ഞത്. അള്ളാഹു കൊടുത്ത കഴിവാണ്, അള്ളാഹു കൊടുത്ത അനുമതി പ്രകാരമേ അവർ ചെയ്യൂ. കൊടുത്ത കഴിവും അനുമതിയും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്വന്തമായി സഹായിക്കാൻ കഴിയൂ. ഈ രണ്ട് രീതിയിലും അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഉദാഹരണം ഒന്ന്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് നേരിട്ട് വെള്ളത്തിന് വേണ്ടി സഹായം ചോദിച്ചു ജനങ്ങൾ. നമ്മൾ പറഞ്ഞു സൂറത്തുൽ ഖസസിൽ ഖുർആനിൽ വ്യക്തമായി തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പടപ്പുകൾ ഉമ്മത്തുകൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് നേരിട്ട് ചോദിച്ച കാര്യം. പക്ഷേ നേരിട്ട് ചോദിച്ചപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു? നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു.
ദുആ ചെയ്തപ്പോൾ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തന്റെ ജനതയ്ക്ക് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിനോട് ജനത ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്നും മൂസാ നബി അലൈഹി സ്വലാം സബബായി നേരിട്ട് സഹായം കൊടുത്തു. അനിൽ റിബ്ബി അസാക്കൽ ഹജർ എന്ന് പറഞ്ഞു. ആ വടി കൊണ്ടിട്ട് ആ കല്ലിനെ അടിക്കാൻ കൽപ്പിച്ചു. കല്ലിലടിച്ചപ്പോൾ വെള്ളം ലഭിച്ചു. ഇഷ്ടം പോലെ അവർക്ക് കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള വെള്ളം ലഭിച്ചു. രണ്ടാമതടിച്ചപ്പോൾ ആ വെള്ളം നിൽക്കുകയും ചെയ്തു. ഇതിലൂടെ മൂസാ നബി അലൈഹി സ്വലാം നേരിട്ട് സഹായിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സഹായം എങ്ങനെയാണ്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. ഈ രണ്ടും വേണം. അള്ളാഹു കൊടുത്ത കഴിവായിരിക്കണം, അള്ളാഹുവിന്റെ അനുമതി വേണം. അങ്ങനെ വരുമ്പോൾ നേരിട്ട് കൊടുക്കും. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും ധാരാളം കാണാം. പല യാത്രകളിലും വെള്ളമില്ലാതെ ജയ്ഷന്നാസു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ടു വന്നുകൊണ്ട് വെള്ളമില്ല, അതുഷ്ന ഹലക്കിന, ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞ് നാശത്തിന്റെ വക്കീലെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാഹുൽ കലൈക്കും, നിങ്ങൾക്ക് അങ്ങനെ ഒരു നാശവും വരാനില്ല, നിങ്ങൾ അങ്ങനെ ഭയപ്പെടേണ്ട. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം കൊണ്ടുവരാൻ ഏൽപ്പിക്കുകയും ആ പാത്രത്തിലേക്ക് കൈവക്കുകയും ചെയ്തപ്പോൾ ഫജഅലൽ മാഉ യഫൂറു മിൻ ബൈനി അസാബിഹി, വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ പൊട്ടി ഒഴുകി. അങ്ങനെ 1000-ലധികം ആളുകൾ വരുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കുടിക്കാനും അവരുടെ പാത്രങ്ങളിലെല്ലാം ശേഖരിക്കാനും ഇഷ്ടം പോലെ വെള്ളം ലഭിച്ചു. ഇത് പല പ്രാവശ്യം തന്നിട്ടുണ്ട്. ഇത് തങ്ങൾ നേരിട്ട് കൊടുക്കുകയാണ് ഈ സഹായം. പക്ഷേ അള്ളാഹു കൊടുക്കുന്ന കഴിവാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. പക്ഷെ നേരിട്ടാണ് സഹായം. അതേ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഭക്ഷണം ഇല്ലാത്ത സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു. അവിടെ വടികൊണ്ട് അടിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനല്ല അള്ളാഹു തആല പറയുന്നത്, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മന്ന് സെൽവ എന്ന് പറയുന്ന പ്രത്യേക തരം പക്ഷിയും പ്രത്യേക തരം കട്ടിത്തേനും ഇറക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു തആല അവരെ സഹായിക്കുന്നു. ഇതും മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹായം തന്നെയാണ്. പക്ഷെ അള്ളാഹു തആല നേരിട്ട് കൊടുക്കുകയാണ്. പ്രാർത്ഥന കാരണം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന കാരണം അല്ലാഹു തആല നേരിട്ട് കൊടുക്കും. എന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹാബി കയറി വന്നുകൊണ്ട് പറയുന്നത് നമുക്കൊക്കെ അറിയാം, أعطيناك والأذراء تدمي لبانها وقد صغلت أم السبي عن الطفل എന്ന് തുടങ്ങുന്ന അദ്ദേഹം കവിതയായി പറഞ്ഞു, മല കുടിക്കുന്ന മക്കളെപ്പോലും ഉമ്മമാര് മറന്നു പോകുമാറുള്ള ദാരിദ്ര്യവും വരൾച്ചയും ബാധിച്ചൊരിറ്റു വെള്ളം കുടിക്കാനില്ലാതെ കുട്ടികൾക്ക് ഉമ്മയുടെ മലപ്പാൽ പറ്റിപ്പോയിരിക്കുന്നു. യോഗ്യരായ യുവാക്കൾ പോലും കൈവലഞ്ഞ് നിസ്സഹായരായി ഇരുന്നു പോയിരിക്കുന്നു. ഇനി ജീവിക്കാൻ യാതൊരു വഴിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ് വലാ തജഅൽനാ മിനൽ ഖാനിതീൻ എന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയം സഹാബത്ത് പറയാണ്, കൈ ഉയർത്തുന്ന സമയത്ത് തെളിഞ്ഞിരിക്കുന്ന അന്തരീക്ഷം. പക്ഷേ ആ കൈ താഴ്ത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് കാർമേഘം വരികയും മഴ ശക്തിയായി വർഷിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങിയ മഴ പിറ്റേ ആഴ്ചത്തെ വെള്ളിയാഴ്ച വരെ നിൽക്കാതെ പെയ്തു. പിറ്റത്തെ ആഴ്ച വന്ന് നോക്കുമ്പം വെള്ളപ്പൊക്കം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, എല്ലാ ഭാഗത്തു നിന്നുള്ള പരാതി. അവസാനം അദ്ദേഹം തന്നെ, അതല്ലെങ്കിൽ മറ്റൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ വെള്ളം കൊണ്ട് ഞങ്ങൾ നാശപ്പെട്ടിരിക്കുന്നു, പുറത്തിറങ്ങാൻ വയ്യാതായിരിക്കുന്നു. ഉടനെ തിരുമിതങ്ങൾ കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ലാ അലൈനാ ഹവാലൈനാ ലാ അലൈനാ, ഇനി ഞങ്ങൾക്ക് വേണ്ട, ഇനി മറ്റു ഭാഗങ്ങളിലാവട്ടെ എന്ന് പറഞ്ഞപ്പം അത് അങ്ങനെ തന്നെ ആ സെക്കൻഡിൽ തന്നെ മാവുകയും ചെയ്തു. ഇങ്ങനെ പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു കൊടുത്ത അങ്ങനെയുണ്ട്. അഥവാ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഈ മഹാന്മാരോട് സഹായം ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ അള്ളാഹു തആല നേരിട്ട് കൊടുക്കും. അപ്പൊ അവരുടെ പ്രാർത്ഥന കാരണമാണ്. ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് തന്നെ അനുമതി കൊടുക്കും. അങ്ങനെ അവർ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. രണ്ടായാലും അവര് സഹായിച്ചു എന്ന് തന്നെ പറയാം. ഇതിനൊക്കെ ധാരാളം തെളിവുകളുണ്ട്. കുറെ ഭാഗം നമ്മൾ പറയുകയും ചെയ്തു. വാക്കിൽ നേരിട്ടാണ് സഹായം ചോദിക്കുന്നതെങ്കിലും അള്ളാഹുവിനോട് സഹായം നേടിത്തരാൻ, കാവല് നേടിത്തരാൻ, രക്ഷ നേടിത്തരാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ അവർ നേരിട്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ സഹായിക്കും. ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു തആല നേരിട്ട് തന്നെ ആ കാര്യം സാധിപ്പിച്ചു തരും. ഇതിന് രണ്ടിനും അള്ളാഹു തആല നേരിട്ട് തന്നെ ചെയ്യുന്നതായിട്ട് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് 1-2 സാമ്പിളുകളായിട്ട് ഞാൻ പറയാം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, വളരെ പ്രസിദ്ധമാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി തമുതു ഫീ മനാമിഹാ ഫയുംസികു ലതി ഖളാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മ. അസ്സുമർ 43.
ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണമാസന്നമാവുന്ന സമയത്ത് മനുഷ്യ ജീവനുകളെ മരിപ്പിക്കുന്നവൻ അല്ലാഹുവാകുന്നു. യുഹീ വയുമീത്ത് ധാരാളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. യുഹീ വയുമീത്ത് തുടങ്ങിയിട്ടുള്ള ഈ ഒറ്റ ആയത്തോട്ടി സാമ്പറിന് സുമർ 43